ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് ആണിന്റെ ദർജ അങ്ങോട്ട് കൊടുത്തു ഇസ്ലാം. ഫാത്തിമ ബീവിക്ക് ആണിന്റെ ദർജ കൊടുത്തു, ആണിന്റെ സ്ഥാനം കൊടുത്തു. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ലാഹിരിയായ ഒരു കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബത്തിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ സുജൂദിലേക്ക് പോയ സമയം ദുഷ്ടന്മാർ ഒരു ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ടു, പെരടിയിലിട്ടു. നഊദു ബില്ലാഹ്. ദുഷ്ടന്മാര് ഏത് ദുഷ്ടന്മാരായിപ്പോയാൽ പിന്നെ അവർക്ക് എത്ര വലിയ ആളാവില്ല. അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളെ ശർറിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ ദുഷ്ടന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലിട്ടപ്പോ ഖുറൈശികൾ ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരെങ്ങനെ കൈയടിച്ചിട്ട് ചിരിക്കാണ്. കഴുത്തിലിട്ടപ്പോ തല വന്ദിക്കാൻ കഴിയൂലെന്ന് വിചാരിച്ചിട്ട് ഈ മോശപ്പെട്ട സാധനം കഴുത്തിലിട്ടപ്പോ ചിരിക്കാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏതാനും സഹാബികളും അവിടെ ഒരു ഭാഗത്ത് ഉണ്ട്. അവർ ഇത് കാണുന്നുവെങ്കിലും ഒരു സെക്കൻഡ് സമയം അവർ പരിഭ്രമിച്ചു പോയി. ഞങ്ങൾ എന്തു ചെയ്യും? ഈ വലിയ വലിയ കുബേരന്മാരായ മുശ്രിക്കുകൾ ഇവിടെയുണ്ട്. അവരെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഇത് പോയി എടുക്കും, എങ്ങനെ എടുക്കാതിരിക്കും എന്ന ഒരു ചെറിയ ചിന്ത ഒരു സെക്കൻഡ് മാത്രം അവരെ കൽബിൽ വന്നുപോയി. ആ സമയത്ത് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു സെക്കൻഡ് പോലും അങ്ങനെ തറദ്ദുദാവാതെ ഉടനെ ഓടിച്ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ നിന്ന് ഈ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിയുകയും മുശ്രിക്കീങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നുകൊണ്ട് എന്താടാ നിങ്ങൾക്ക് കാണിക്കാനുള്ളത്, നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷനല്ല 10 പുരുഷന്മാരുടെ ധൈര്യം കാണിച്ചുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ മുശ്രിക്കീങ്ങളോട് നേരിട്ടു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവിക്ക് പുരുഷന്റെ സ്ഥാനം കൊടുത്തു. വേറെയും കാരണമുണ്ട്, അതിപ്പോൾ പറയാൻ സമയമില്ല. ഒരുപാട് കാരണങ്ങളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പുരുഷന്റെ സ്ഥാനം കൊടുത്തു. ഫാത്തിമത്തു ബദ്അത്തും മിന്നി, ഫാത്തിമത്തു ബദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കട്ടമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഇസ്ലാം അതാ പുരുഷന്റെ സ്ഥാനം കൊടുക്കുന്നു. ആ ഫാത്തിമയിൽ നിന്നും അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉണ്ടായവരാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു തആല അവരെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെയും ഒരു പുതപ്പിന്റെ ചുവട്ടിലിട്ട് മൂടിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അഹ്ലു ബൈത്താണ്, നിങ്ങൾ അഹ്ലു ബൈത്താണ്, അല്ലാഹു തആല നിങ്ങളെ അഹ്ലു ബൈത്താക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് സൂചിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ സഹോദരങ്ങളെ ആ അഹ്ലു ബൈത്ത് ഇവിടെ നിലനിൽക്കുന്നു. ഒരു ബക്കറ്റുമായിട്ട് നിങ്ങളെ സമീപിക്കാൻ വരുന്നതാണ് എഴുത്തുന്നത്, വേറെ വയത് നിർത്താനൊന്നല്ല. അതിൻ്റെ ഇടയിൽ എഴുത്തെന്ന് വിചാരിക്കും ആൾക്കാർ. അയാൾ മേച്ച് ഒരുക്കണതായാല
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൊടുക്കും. രണ്ടു മൂന്ന് ആളിരിക്കുന്നുണ്ട് ഈ മൈക്കിൻ്റെ ആൾക്കാർ. അവർ പോകില്ല, പൈസ ഇട്ടാണ്ട്. അപ്പോൾ അവർക്കെല്ലാം പൈസ കൊടുക്കണം, പിന്നെ ലൈറ്റിനും കൊടുക്കണം, പിന്നെ അവിടെ കത്തുന്നുണ്ട്, പിന്നെ ഭക്ഷണമുണ്ട് എല്ലാവർക്കും. അൽഹംദുലില്ലാഹ്. പിന്നെ കുറേ നേരം വൈകാൻ നിൽക്കില്ല, ഭക്ഷണം ഉണ്ടാക്കുക. എനിക്കേ വിഷമുള്ളൂ. അഹ്ലൽ ബൈത്തി ലിയുത്ഹിറകും തത്ഹീറാ. നിങ്ങളെ എല്ലാ നീച നികൃഷ്ടതയിൽ നിന്നും പരിശുദ്ധമായ നിലക്ക് നിങ്ങളെ അഹ്ലു ബൈത്താക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അല്ലാഹു അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അവരെ കൊണ്ടാണ് ഇവിടെ ദീൻ നിലനിന്നത്, നിൽക്കുന്നതും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളൊക്കെ ഈ താരത്ത് നിൽക്കുന്നതും ഈ പറയുന്നതും എല്ലാം അഹ്ലു ബൈത്തിന്റെ പൊരുത്തം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താജുൽ ഉലമ ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിക്കുമെന്ന് അറിയ ആളുകൾ. ഞാനിങ്ങനെ ഇപ്പോഴാ ആലോചിക്കുക ദേഷ്യം പിടിക്കുന്നതിൻ്റെ ഹാല്. എൻ്റെ ഹാല് ക്ഷീണിച്ച് തളർന്ന് വിഷമിച്ച് ഒന്ന് കഴിച്ചിലായി കിട്ടിയാൽ പോയിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ആളുകൾ ഞാൻ കണ്ട് പൊതിഞ്ഞോടും. അപ്പൊ ഈ പൊതിയുന്ന സമയത്ത് ദേഷ്യം പിടിച്ചു പോകും. ഞാൻ പിടിക്കലുണ്ട് എന്നല്ല പറഞ്ഞത്, അങ്ങനെ പിടിച്ചു പോകും, അത്ര വിഷമം. എന്നാൽ എന്നോട് ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യവും ദേഷ്യം പിടിച്ചിട്ടില്ല. അതേസമയത്ത് ഞാൻ അടക്കമുള്ള ആളുകൾ പഠിക്കാൻ വേണ്ടി ദേഷ്യം പിടിച്ച് പലതും സംസാരിച്ചിട്ടുമുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയുന്നതിൽ വല്ല കുറവും സംഭവിച്ചു പോയാൽ ആ സമയത്ത് ദേഷ്യം പിടിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഒരു സ്ഥലത്ത് പറയൽ നിർബന്ധമായി അവിടെ വല്ലതും കുറഞ്ഞു പോയാൽ ആ സമയത്ത് ദേഷ്യം പിടിക്കും. അല്ലാതെ ദേഷ്യമൊന്നും പിടിച്ചിട്ടില്ല. മാന്യ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അഹ്ലു ബൈത്ത് ഇൽമിന്റെ ബഹ്റാണ് എന്ന് നേരത്തെ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ മേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ അവர்கள் നിങ്ങളോട് പറഞ്ഞു. ഇബ്രാഹിം മുസ്ലിയാർക്ക് അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ അഹ്ലു ബൈത്ത് ഇൽമ്, പിന്നെ അവിടുത്തെ ഇബാദത്ത് ഞങ്ങളെ കൊണ്ടൊന്നും ആവില്ല. അവിടുന്ന് ചെയ്യുന്നത് പോലെയുള്ള ഇബാദത്ത് വിത്ർ 11 റക്അത്ത് നിസ്കരിക്കും, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കും, വിത്ർ 11 റക്അത്ത് നിസ്കരിക്കും. എല്ലാ ദിവസവും ഖുർആൻ ഓതും. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്റിന്റെ സമയത്ത് ഖുർആൻ ഓതൽ, അതിൽ അല്ലാഹുവിന്റെ മലായിക്കത്ത് ഹാജരാകും. അങ്ങനെയുള്ള ആ ഫജ്റിന്റെ സമയത്ത് ഖുർആൻ ഓത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒഴിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. കൂടെയുള്ള സമയത്ത് ഞാൻ പലപ്പോഴും വാഴനും സമ്മേളനത്തിനൊക്കെ പോയിട്ട് രാവിലെ ഉള്ളാളത്ത് എത്തി, അല്ലെങ്കിൽ അവിടുന്ന് വണ്ടിയിൽ കയറി
ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും പരിശുദ്ധ ഖുർആൻ രാവിലെ പാരായണം ചെയ്യുന്നത് ഒഴിച്ചതായി കണ്ടിട്ടില്ല. ഹജ്ജിന് പോയിട്ടുണ്ട് ഞങ്ങള്. അതുപോലെ മിസ്റിൽ 2 പ്രാവശ്യം സമ്മേളനത്തിന് പോയിട്ടുണ്ട്. അവിടെയെല്ലാം ആ സമയത്തെല്ലാം രാവിലെ സമയത്ത് ഖുർആൻ ഓതും. അതുപോലെ മറ്റുള്ള സമയത്ത് ദലായിലുൽ ഖൈറാത്ത് തുടങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ദായിമായി ചെല്ലുന്ന വ്യക്തി, എത്രയോ ദിക്റുകൾ ചെല്ലുന്ന മഹാൻ. അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ വലിയ പദവിയുള്ള ആളാണെന്നതിൽ ഒരു ഈമാനുള്ള മനുഷ്യന് സംശയിക്കാൻ വഴിയില്ല. അല്ലാഹു തആല അവരുടെ ദറജനെ ഇനിയും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവരെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണം റഹ്മാനെ. അദ്ദേഹത്തിന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ സൗകര്യപ്പെടുത്തിയ മക്കാമ്, ആ മക്കാമ് അവിടത്തേക്ക് സുജൂദ് ചെയ്യാനല്ല, താജുൽ ഉലമക്ക് സുജൂദ് ചെയ്യാനല്ല, സുജൂദ് അല്ലാഹുവിനല്ലാതെ പാടില്ല. പക്ഷേ അവിടത്തെ അടുക്കൽ വന്നിട്ട് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞു പോകുന്നവർക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള ഒരു കെട്ടിടം, ഒരു മക്കാം ഇവിടെ ഉണ്ടാക്കി. ഔലിയാക്കളുടെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും മേൽ കുബ്ബ എടുക്കൽ സുന്നത്താകുന്നു. സുന്നത്താണ്. സുന്നത്താകുന്നു. ആലിമ്യങ്ങൾ ധാരാളം ഉണ്ട്, മുത്താലിമ്യങ്ങൾ ധാരാളം ഉണ്ട്. മുത്താലിമ്യങ്ങൾ ചില ഇബാറത്തുകൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതായിട്ട് കുബ്ബകളൊക്കെ തച്ചടക്കണം, പൊളിക്കണമെന്നൊക്കെ പറഞ്ഞ ഇബാറത്തുകൾ കാണും. അത് കാണുന്ന സമയത്ത് മുത്തഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. അന്യ ആളെ സ്ഥലത്തുണ്ടാക്കിയാൽ അത് പൊളിച്ചണമെന്നാണ് പറഞ്ഞത്. അന്യ ആളെ സ്ഥലത്ത് സമ്മതമല്ലാണ്ട് ഉണ്ടാക്കിയാൽ അത് പൊളിച്ചു കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെയോ ആലിമിന്റെയും സയ്യിദിന്റെയും ഖബറിന്റെ മുകളിൽ കുബ്ബ എടുക്കൽ സുന്നത്താണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കിതാബുൽ വസിയ്യത്ത് തുഹ്ഫ, കിതാബുൽ വസിയ്യത്ത് എടുത്തു നോക്കൂ. വസിയ്യത്തിന്റെ ബാബിൽ വസിയ്യത്ത് ചെയ്യല്, ഒരാൾ മരിക്കുന്ന സമയത്ത് വസിയ്യത്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ മരണാനന്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ആ വസിയ്യത്ത് ചെയ്യൽ മഅസിയത്ത് കൊണ്ട്, തെറ്റായ കാര്യം കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിച്ചു നോക്ക്, തെറ്റായ കാര്യം കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറയുന്നു, തെറ്റായ സംഗതി കൊണ്ട് പാടില്ലെന്ന് പറഞ്ഞപ്പോൾ വാജിബായ സംഗതികൾ കൊണ്ട് വസിയ്യത്ത് ചെയ്യാം. എന്നിട്ട് പറഞ്ഞു സുന്നത്തായ കാര്യങ്ങളെ കൊണ്ടും വസിയ്യത്ത് ചെയ്യാം. സുന്നത്തായ കാര്യത്തിന് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ ഉദാഹരണം പറഞ്ഞത് കബിനാഇ ഖുബ്ബത്തിൻ അലാ ഖബരി നഹ്വി ആലിമിൻ, ആലിമിന്റെയോ അല്ലെങ്കിൽ സയ്യിദന്മാരുടെയോ അതുപോലത്തെ മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ മുകളിൽ കുബ്ബ എടുക്കുന്നത് പോലെ അത് സുന്നത്താകുന്നു. മുറിയം മൗലവിമാര് പറഞ്ഞിട്ട് ഫിത്നയാക്കി കാണും. അബ്ബാസുലിയാരെ മുറിയം മൗലവിമാര് പറഞ്ഞിട്ട് ഫിത്നയാക്കി കളയും. അവിടെ ഖബർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഹജർ തങ്ങൾ. ഇബ്നു ഹജർ തങ്ങൾ പറയണമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉറപ്പന്നല്ലേ കൊടുക്കണമെന്നുള്ളത്. ഒരാളെ തലം പിടിച്ചെടുത്തിട്ട് അവിടെ കുമ്പുണ്ടാക്കിയാൽ പൊളിച്ചാണോ അല്ലേ? സഹോദരന്മാരെ,
അത് വർദ്ധിപ്പിക്കണേ. അതിനുവേണ്ടി നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കണം കേട്ടോ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം. എന്താണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ടാണ് കവിയുന്നത്? انصب إلى قدره ما شئت من وضعي دع ما ادعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكمي. ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞു, നീ ഏത് മതം പറഞ്ഞോ, നസാറാക്കൾ പറയുന്നത് പോലെ ഇലാഹാണ്, ദൈവമാണ് എന്ന് പറയരുത്. അതല്ലാതെ ഒരു മഖ്ലൂക്കാണ്, ഒരു സൃഷ്ടിയാണ് എന്ന് നിനക്ക് പറയാവുന്നതൊക്കെ നീ പറഞ്ഞാലും അവിടത്തെ മദ്ഹിന്റെ 100-ലൊരു ഭാഗമോ 1000-ലൊരു ഭാഗമോ എത്തുന്നതല്ല കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്ത് എത്രയാ, അവിടുത്തെ കറാമത്ത് എത്രയാണ്, അവിടുത്തെ ഇർഹാസാത്ത് എത്രയാണ്, അതൊന്നും പറയാൻ സമയമല്ല. നിങ്ങളെല്ലാം പഠിച്ചു വെക്കണം. ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചത് ഭീകരവാദം കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്, ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഇസ്ലാമിനെ പറ്റി ഒരു ചുക്കും അറിയില്ല, അവർ പഠിച്ചിട്ടില്ല. ഇസ്ലാം മതം ഇവിടെ ഒരിക്കലും ഭീകരത കാണിച്ചിട്ടില്ല, തീവ്രത കാണിച്ചിട്ടില്ല. തോക്കും വാളും പരിചയും എടുത്തുകൊണ്ടല്ല ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന അന്ന് തന്നെ ഉണ്ടായ അത്ഭുത സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? 1000 കൊല്ലം കത്തിച്ച് ചൂടാക്കപ്പെട്ട അഗ്നികുണ്ഡാരം സ്വയം കെട്ടുപോയി. അതുപോലെ കൊല്ലങ്ങളോളം ആരാധിക്കപ്പെട്ടിരുന്ന വലിയ വെള്ളത്തിന്റെ തടാകം അത് സ്വയം വറ്റി ഉണങ്ങിപ്പോയി. അതേപ്രകാരം കൊല്ലങ്ങളായി മുശ്രിക്കുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന ബിംബം, കരിങ്കല്ലിന്റെ ബിംബങ്ങൾ അത് സ്വയം തലകുത്തി വീണുപോയി. ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ ഉണ്ടായപ്പോ ജനങ്ങൾ കാണുന്നില്ലേ, അത് തന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരാൻ കാരണമാകുന്നു. അന്ന് ഇസ്ലാമിന്റെ തൗഹീദിന്റെ സന്ദേശമില്ലെങ്കിലും പിന്നീട് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ എത്രയോ അനുഭവങ്ങൾ, 40 വയസ്സിന്റെ മുമ്പ് തന്നെയുള്ള അനുഭവങ്ങൾ, 40 വയസ്സിന്റെ ശേഷമുണ്ടായ മുഅ്ജിസത്തുകൾ, അവിടുത്തെ സ്വഹാബത്തിനുണ്ടായ കറാമത്തുകൾ, അതെല്ലാം എത്രയാണെന്ന് പറയാൻ ഇവിടെ സമയമില്ല, നമ്മൾ പറഞ്ഞാൽ തീരുകയുമില്ല. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അതാ ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി നാട് നീളെ സഹാബാക്കൾ പോയിട്ടുണ്ട്. അവർക്ക് ശേഷം താബീകൾ പോയിട്ടുണ്ട്. അതിനുശേഷം ഔലിയാക്കൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. 7 മലയിൽ ഔലിയാക്കളില്ലേ, ആ മലന്റെ മുകളിൽ പടച്ചവനെ 60 കൊല്ലം മുമ്പ് ഞാൻ സിയാറത്തിന് വന്നു. 60 കൊല്ലായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ഏതായാലും 50-85 കൊല്ലായിപ്പോയി ഞാൻ സിയാറത്തിന് വന്നിട്ടുണ്ട്. രാമന്തളി പോയി തങ്ങന്മാരെ വീട്ടിൽ നിന്ന് ഒരു ടോർച്ചും വാങ്ങി ഞാനും അവയിലത്തെ വലിയ തങ്ങളും വേറൊരാളും വഴി കാണിച്ചു തരാൻ ഒരാളും വന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് മഗ്‌രിബായി പോയി. ഇവിടെ മലന്റെ താഴെ, 7 മലയിൽ മലന്റെ താഴെ എത്തുമ്പോഴേക്ക് മഗ്‌രിബായി പോയി. പിന്നെ കയറാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ കയറി രാമന്തളി തങ്ങന്മാരെ പുരയെന്ന് നടക്കുക 7 മലയിലേക്ക് നടന്നിട്ട് അവിടുന്ന് മല കയറി അങ്ങോട്ട് എത്തിയപ്പോ ഞങ്ങൾ ഇപ്പം മരിച്ചു പോകും എന്ന് തോന്നി. ദാഹം കൊണ്ട് യാതൊരു വെള്ളവും ഞങ്ങളുടെ കയ്യിലില്ല. ആരും പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ വെള്ളം കൈ പിടിക്കണോ. മലന്റെ മുകളിൽ അങ്ങോട്ടേക്ക് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ്,
ഒരു തണുത്ത കാറ്റിങ് വന്നു. ആ കാറ്റ് വന്നപ്പോ ഞങ്ങളിങ്ങനെ തൊള്ള തുറന്ന് വെച്ചു കൊടുത്ത് ആ കാറ്റിന് നേരെ അങ്ങനെ കാറ്റ് നിറയെ ഞങ്ങൾ ശരീരത്തിലും വായിലും ഉള്ളിലും എല്ലായപ്പോ ഞങ്ങൾ തണുത്തുപോയി. തണുത്തിട്ട് പിന്നെ അവിടുന്ന് സിയാറത്ത് ചെയ്ത് മടങ്ങി നടന്നു തന്നെ രാമന്തളി സയ്യിദന്മാരുടെ വീട് വരെ നടന്നു. അപ്പൊ ഈ ഔലിയാക്കൾ ഈ കുന്നിന്റെ മുകളിൽ പോയി കൂടിയത് അവിടെ പോയി ഭക്ഷണം കഴിച്ചു കൂടിയതല്ല. അവര് വന്ന കാലത്ത് ഇവിടെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഈ ഔലിയാക്കൾ ആരാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ സഹാബികൾ തന്നെയാണോ, അല്ലാഹു ആലം. അതിന്റെ ശേഷമാണോ, അതൊക്കെ നിങ്ങൾക്കറിയാം. ഞാനത് പഠിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഇവിടെ എത്രയോ സഹാബികൾ വന്നു, താബികൾ വന്നു, ഔലിയാക്കൾ വന്നു, ആരിഫീങ്ങൾ വന്നു. അവര് പഠിപ്പിച്ചതായ ഈ സിദ്ധാന്തം അതാണ് സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതാണ് ദീന്. അല്ലാതെ ഈ സലഫിസം അത് ദീനല്ല. സലഫികൾ ഇപ്പോ ഒന്നായിരിക്കുന്നു. എന്തൊന്നായി? 18 ഇപ്പോ ഒന്നായി എന്ന് പറയുന്നു. ഒന്നായത് എന്തിനാ? സുന്നികളോട് എതിർക്കാനോ? സുന്നികളോട് എത്ര കൊല്ലായി നിങ്ങൾ എതിർക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ സുന്നികളവിടെ ചവിട്ടിത്തേക്കാനായോ? ആയിട്ടില്ല, അതാവുകയുമില്ല. ഖിയാമത്ത് നാൾ വരെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിന്റെ മേൽ വെളിവായി നിൽക്കുന്ന ഒരു സംഘം ഇവിടെ എന്നും ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും നശിച്ചു പോകൂല, ഒരിക്കലും ഇല്ലാതെയാകൂല. അതിനെ നശിപ്പിക്കാൻ ഇവിടുത്തെ മുജാഹിദിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ സാധ്യമല്ല എന്ന് ഞാൻ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അവരും ആളല്ലേ, ഇവരും ആളല്ലേ, അവരും ഖുർആനല്ലേ വന്നത്, ഇവരും ഖുർആനല്ലേ, അവരും ഹദീസല്ലേ, ഇവരും ഹദീസല്ലേ എന്ന ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. നിങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ സംശയമുള്ളവർ പിന്മാറണം. അവരായത്തോതിയത് കൊണ്ടായില്ല. ആയത്തിങ്ങനെ ഓതും, അവർ പറയുന്ന വിഷയവുമായി ഒരു ബന്ധമുണ്ടാവില്ല. ആയത്തപ്പോ ഖുർആൻ മനപ്പാടാക്കിയാൽ ഓതാൻ കഴിയുമല്ലോ. അങ്ങനെ ആയത്തോതിയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയം പറയുന്ന ഈ ആളുകൾ എന്താളുകളാ? ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹുകൾ പറയുന്ന മാസം ഇതാ കടന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിനെ സംബന്ധിച്ച് ഇവർ പരിഹസിച്ചിട്ട് എന്നൊക്കെയാ എഴുതിയത്? ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ എന്ന് വഹീദ്യമാലയിലുണ്ട്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു കൊക്കിന്റെ മാതിരി ഒരാളിങ്ങനെ ഒരു മുസാഫും കയ്യിൽ പിടിച്ച് ഒറ്റക്കാലും ഇങ്ങനെ നിൽക്കുകയും ഒരു ഖബർ ഉണ്ടാക്കി വെക്കുകയും ചെയ്തുകൊണ്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ അവർ കാണിച്ചില്ലേ? എന്താണ് നീ മനസ്സിലാക്കിയത്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ ഗൗസുൽ ആദമിന് അല്ലാഹു കഴിവ് കൊടുത്തെങ്കിൽ അത് നീ ആലോചിച്ചിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇവര് രണ്ടുപേരും, അതുപോലെ ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ ഓരോ ദിവസം പകൽ സമയത്ത് ഒരു ഖത്മും രാത്രി സമയത്ത് ഒരു ഖത്മും റമളാൻ മാസം വന്നാൽ ചെയ്യും. അല്ലാത്ത കാലത്ത് രാത്രിയും പകലും കൂടി ഒരു ഖത്ം തീർക്കും. ഇവർ ഖുർആൻ ഓതി മാത്രം ഇരിക്കലാണോ? അല്ല, ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളുണ്ട്, തസ്നീഫുകളുണ്ട്. അവർക്കൊരുപാട് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന പണിയാണ്, ദർസ് നടത്തുന്ന പണിയാണ്. തസ്നീഫ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവരെഴുതുകയാണ്, അവർ പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതിന്റെയും ഫത്വ നൽകുന്നതിന്റെയും മറ്റനേകം ജോലികളുടെ ഇടയിൽ അതാ ദിവസം രാവിലെയും വൈകുന്നേരവും 2 ഖത്ം തീർക്കുമെന്ന് പറഞ്ഞാൽ
ഇത് കറാമത്തല്ലേ സഹോദരങ്ങളെ? അങ്ങനെ കറാമത്ത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ഒരു കാല് കൊണ്ട് അങ്ങോട്ട് നടന്നിട്ട് പോകുമ്പോഴേക്ക് ഖത്തം തീർത്തിട്ടുള്ളത്. അത് നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ എത്രയെത്ര കറാമത്തുകൾ ഔലിയാക്കൾക്കുണ്ടായി. നിങ്ങൾ കേട്ടില്ലേ? കൈറുവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് സോമാലിന്റെ അടുത്ത സ്ഥലമാണ്. സോമാലിന്റെയും മുരിയത്താനിയയുടെയും അടുത്ത ആഫ്രിക്കൻ നാടുകളാണ്. ആ നാട്ടിൽ ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫിഅ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ 14 പേരും ഇസ്ലാം മത പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി പോയി. കൈറുവാനിലെത്തിയപ്പോൾ ഇവിടെ ഒരു ആസ്ഥാനമുണ്ടാക്കണം, നമുക്ക് അതിന് പറ്റിയ സ്ഥലമാണ്. എന്നിട്ട് ഈ ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സുന്നത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യാം എന്ന് ഉഖബത്ത് ഇബ്നു നാഫിഅ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അങ്ങോട്ട് ചെന്ന് ഈ സ്ഥലത്തേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ യഥാ സിംഹം, പുലി, കരടി നിറഞ്ഞിരിക്കുന്നു. അവിടുന്ന് കുറച്ചിങ്ങോട്ട് തെറ്റി നോക്കുമ്പോ വലിയ വലിയ പാമ്പുകൾ, സർപ്പങ്ങൾ തലപൊക്കിങ്ങനെ നിൽക്കുന്നക്കാരെ, യുവാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. ആ സിംഹങ്ങളും പാമ്പുകളും നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് പറയുന്നു, അയ്യുഹൽ അസ്ബാലു വൽ അസ്ബാൽ ഇർതഹിലൂ മിൻ ഹാദൽ മകാൻ നഹ്നു അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇല്ലാ ഫനഖ്തുലുക്കും. എന്താണ് പറയുന്നത്? സിംഹത്തോടാണ് പറയുന്നത്. കാക്കയോട് പറയുകയല്ല, ചെറിയ പക്ഷിയോട് പറയുകയല്ല, ചെറിയ ചെറിയ മൃഗത്തിനോട് പറയുകയല്ല, വലിയ സിംഹത്തോട് പറയുന്നു. ആ സിംഹത്തിനോടും പാമ്പിനോടും പറയുന്നു, ഉടനെ സ്ഥലം കാലിയാക്കണം. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബാണ്, റസൂലിന്റെ ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ സ്ഥലം ആവശ്യമുണ്ട്. ഉടനെ ഇവിടുന്ന് സ്ഥലം മാറണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, താരീഖ് പറയുന്നു, വലിയ വലിയ സിംഹങ്ങൾ അതിന്റെ കുട്ടികളെയും എടുത്ത് തലയിലിട്ട് ചുമലിലിട്ട് പോകുന്നു. പാമ്പുകളതാ വലിയ പാമ്പ് ചെറിയ പാമ്പിനെ പുറത്ത് കയറ്റിയിട്ട് ഓടുന്നു. അങ്ങനെ ഒരൊറ്റ സിംഹവും ഒരൊറ്റ പാമ്പും അവിടെ ബാക്കിയില്ല. അത് മുഴുവനും ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടോ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്, വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസുദു ഫീ അജാമിഹാ തജ്മീ. കണ്ടോ, ഏത് സിംഹം ചാടി വന്നാലും, ഏത് പുലി ചാടി വന്നാലും, ആര് തന്നെ വന്നാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രയാസമില്ല. അതാണ് സഹോദരങ്ങളെ അവിടുത്തെ സഹാബത്തിന്റെയും അവിടുത്തെ താബീകളുടെയും അതിന്റെ ശേഷം വന്ന ഔലിയാക്കളുടെയും ഏഴുമലയിലുള്ള ഔലിയാക്കളുടെയും അതുപോലെ മറ്റ് സയ്യിദ് അലവി തങ്ങളുടെയും ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെയും സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളുടെയും വൈഗത്തൂരിലെ അലിയുൽ കൂഫി തങ്ങളുടെയും അങ്ങനെ അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെയും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ മഹാന്മാർ അടക്കമുള്ള മഹാന്മാർ അവരെല്ലാം ഇവിടെ വന്ന് അവരുടെ കറാമത്തുകൾ കൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായതാണ്. ഒരൊറ്റ കുട്ടിയെയും വെട്ടിക്കൊന്നുകൊണ്ടല്ല, ഒരാളെയും തോക്ക് ചൂണ്ടിക്കൊണ്ടല്ല, വേറെ ആയുധം കാണിച്ചുകൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അവിടുത്തെ ആ മഹാന്മാരുടെ പിൻഗാമികൾ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. പക്ഷേ കുറഞ്ഞു പോവുകയാണ്, വണ്ണം കുറയുകയാണ്. ആ പിൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു
ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവരുകൾ നിങ്ങൾ ഉള്ളാളത്തേക്ക് പോയി അന്വേഷിച്ചു നോക്കൂ. 60 കൊല്ലത്തോളം കർണാടക സ്റ്റേറ്റിന്റെ മുക്കിലും മൂലയിലും എത്ര മദ്രസകളാണ് അവിടുത്തെ വഴുതുകൊണ്ടുണ്ടായത്, അവിടുത്തെ ദുആ കൊണ്ടുണ്ടായത്, അവിടുത്തെ ദിക്റ് അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്റ് ചെല്ലിയ എത്ര ലക്ഷങ്ങളാണ് കർണാടക സ്റ്റേറ്റിലും കേരള സ്റ്റേറ്റിലും ഉള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള മഹാനവറുകളെ നാം എപ്പോഴും ഓർക്കുന്നു. അവിടുത്തെ കറാമത്ത് മൗത്ത് കൊണ്ട് അവസാനിക്കുന്നില്ല, മൗത്തിന്റെ ശേഷവും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലുള്ള മഹാന്മാർ അവരുടെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ സ്റ്റേജിൽ തന്നെ ഇത് എത്ര സയ്യിദന്മാരാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, റഹ്മാനായ അല്ലാഹ് ഈ സയ്യിദന്മാർക്കെല്ലാം നീ ബർക്കത്തിനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ.